ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. തിരുവനന്തപുരത്ത് കണിയാപുരം ചിറയിൻകീഴ് റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. വരിക്കമുക്ക് ഭാഗത്ത് നടന്നു വന്നിരുന്ന ഓട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ച പശ്ചാത്തലത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള യാത്രാത്തിരക്കും കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഓഗസ്റ്റ് 19 മുതൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റോഡിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ളവരൊക്കെ കരുതിയിരുന്നുള്ളൂ ആ വഴി ഇനിയിപ്പോൾ പോകാൻ വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ കൃഷിനഷ്ടമുണ്ടായ കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ ഡിജിറ്റൽ ഏകജാലക സംവിധാനമായ AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതും ഓർക്കുക. സംസ്ഥാനത്ത് LLB കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അന്തിമ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സർക്കാർ ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുമുള്ള ത്രിവത്സര പഞ്ചവത്സര കോഴ്സുകളുടെ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിച്ചത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ഈ മാസം 21 വൈകിട്ട് 3 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട കോളേജുകളിൽ നേരിട്ടെത്തി പ്രവേശനം നേടേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യാം. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് കുടുംബശ്രീ സൗജന്യ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.